എന്താണ് അല്ല ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പഹൽഗാമിലെ സംഭവം, ഒന്ന് പുൽവാമയിലെ സംഭവം. സമാനമായ രീതിയിൽ ഒരു സ്ഥലത്ത് നമ്മുടെ സൈനികർ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ആ സ്ഫോടനത്തിൽ അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന, വീരമൃത്യു വരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റിടത്ത് വളരെ സാധാരണക്കാരായ ആളുകൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും ഉന്നയിക്കപ്പെട്ടതാണ് ഈ ചോദ്യം. എവിടെ പോയി ഇവരെ സംരക്ഷിക്കാൻ? യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാതെയാണോ അവിടെ ആ പ്രദേശങ്ങൾ, ഈ കാശ്മീരിലെ മേഖലകളിൽ തുറന്നു കൊടുത്തിരുന്നത് എന്ന ചോദ്യമുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ റെഡ് ഫോർട്ടിനടുത്ത്, അതായത് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്ന റെഡ് ഫോർട്ടിന് സമീപമുള്ള പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ ഒരു സിഗ്നലിന്റെ തൊട്ടടുത്ത് വെച്ചിട്ട് ഒരു കാറ് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല 11 ഇടങ്ങളിൽ പുലർച്ചെ മുതൽ ഈ ഡോക്ടർ ഉമർ നബി ഈ കാറുമായി, അതായത് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി ഡൽഹിയുടെ വിവിധ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതായിരിക്കില്ല അൽ ഫലാഹ് സർവകലാശാലയിലെ 17-ാം നമ്പർ ഹോസ്റ്റൽ കെട്ടിടത്തിലെ 13-ാം നമ്പർ മുറിയിലെ ഇവരുടെ കൂടിയാലോചനകൾ. മാത്രമല്ല ഇത് പലയിടങ്ങളിലേക്കായി വ്യാപിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, നീക്കങ്ങൾ, ഈ പുറത്തു വരുന്ന വിവരങ്ങളെ വിശ്വസിക്കാമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സർവൈലൻസിൽ പെടേണ്ടതല്ലേ, നിരീക്ഷണത്തിൽ പെടേണ്ടതല്ലേ? രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കപ്പെടേണ്ടത് അങ്ങനെ കൂടിയല്ലേ ശ്രീ TP ജയചന്ദ്രൻ? അതിൽ ഫെയിൽ ചെയ്തില്ലേ എന്നതാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അല്ല, ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തിൽ കഴമ്പുണ്ട്. ഒരു ഗോൾ പോസ്റ്റിൽ ഗോളി വഴങ്ങുമ്പോൾ അദ്ദേഹം സംരക്ഷിച്ച ആയിരക്കണക്കിന് ഗോൾ പോസ്റ്റിലെ സ്ട്രൈക്കുകൾ നമ്മൾ കാണാതെ പോകരുത്. ഞാനിപ്പോൾ ഒരു മേജറുടെ ഒരു പോസ്റ്റ് കണ്ടു. ഒരു ഭീകരവാദ ആക്രമണം ഒരു പ്രദേശത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നത് നൂറുകണക്കിന് ഭീകരാക്രമണങ്ങൾ തടയപ്പെട്ട ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ സവിശേഷതകൾ നമ്മൾ മറന്നു പോകരുത്. അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു. നോക്കൂ, ഇത്തരത്തിൽ ഈ ഡോക്ടർക്ക് ഇത്തരത്തിൽ പെട്ടെന്ന് കാറുമെടുത്ത് പുറത്തിറങ്ങാനിടയായ പ്രേരണാ ഘടകം എന്താണ്? ഇൻ്റലിജൻസിൻ്റെ വിജയം തന്നെയല്ലേ ഫരീദാബാദിൽ വെച്ച്, അങ്ങ് ഹരിയാനയിൽ വെച്ച് 4ഓളം ഭീകരവാദികൾ, സാധാരണക്കാരല്ലാത്ത ആളുകൾ സൂക്ഷ്മ നിരീക്ഷണ അടിസ്ഥാനത്തിലല്ലേ പിടിക്കപ്പെട്ടത്? കേരളത്തിൽ ഒരു മലയാളിയായിരുന്ന ഒരു പത്രപ്രവർത്തകൻ പോലും അത്തരം സുരക്ഷാ കണ്ണുകളോടെ നമ്മൾ നോക്കിയതിൻ്റെ ഫലമായിട്ടായിരുന്നില്ലേ നമ്മൾ ഉണ്ടായിരുന്നത്? നോക്കൂ, ഇവിടെ ഒരു സമീപനത്തിന് കൂടി വിഷയമില്ലേ ഗോപികൃഷ്ണൻ? നോക്കൂ, രാജ്യത്തിൽ ഈ പറയുന്നവർ ഹമാസിനൊപ്പമാണോ, പലസ്തീനൊപ്പമാണോ, ഇസ്രായേലിനൊപ്പമാണോ? നോക്കൂ, നമ്മൾ കാണണം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമിയുടെ ആപ്പീസുകൾ രാജ്യത്തിലെ സുരക്ഷാ സേന അരിച്ചു പെറുക്കി അവിടുത്തെ തുണ്ടുകളും കടലാസുകളും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുമ്പോൾ നമ്മൾ അവരുമായി തെരഞ്ഞെടുപ്പ് സഖ്യങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. പലസ്തീനൊപ്പമല്ല, ഹമാസിനൊപ്പമാണ്. നോക്കൂ, ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് കൃത്യമായ എവിഡൻസുകൾ പുറത്തു വന്നിരിക്കുന്നു. ഹമാസിൻ്റെ നേതാക്കന്മാർ പാക് ഒക്യുപ്പൈഡ് കശ്മീരിലും അങ്ങ് പാകിസ്ഥാനിലും ഈ സമീപകാലങ്ങളിൽ ഇത്തരം ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴൊക്കെ അവർ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇനി ഗോപികൃഷ്ണനും ഇദ്ദേഹം മറച്ചു വെക്കുന്ന ചില കാര്യങ്ങൾ, 2014 മുമ്പ് ഇന്ത്യയിൽ എത്ര ഭീകരാക്രമണങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഗോപികൃഷ്ണൻ? 2016 ഉറി, അതിനുള്ള പ്രതിഫലനമായിരുന്നില്ലേ സർജിക്കൽ സ്ട്രൈക്ക്? 2019 പുൽവാമ എയർ സ്ട്രൈക്ക് അതിൻ്റെ മറുപടി ആയിരുന്നില്ലേ? 2025 പഹൽഗാം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ധീരമായ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമല്ലേ? കശ്മീരിൻ്റെ 370-ാം വകുപ്പിൻ്റെ നീക്കം ചെയ്യൽ, ഇതിൻ്റെയൊക്കെ പ്രഭവ കേന്ദ്രം ഒരു കാലത്ത് ജമ്മു കാശ്മീരായിരുന്നു. അന്ന് കശ്മീരിനൊപ്പം നിന്നതുകൊണ്ട് അതിനെ എതിർക്കാനായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, രാജ്യത്തിൽ കഴിഞ്ഞ യുദ്ധത്തിൽ നമ്മുടെ കൂടെ നിന്നിരുന്ന ഇസ്രായേലിനൊപ്പമല്ല, അവിടെ കൊടുക്കുന്ന ഹമാസിനൊപ്പമാണ്, പലസ്തീനൊപ്പം പോലുമല്ല. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണ്. ഇത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ അനുവദിച്ചു കൊടുക്കും ഗോപികൃഷ്ണൻ. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഒരുപക്ഷേ ഈ തരത്തിലുള്ള ഭാരതത്തിൻ്റെ സുരക്ഷാ സേനയുടെയും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും സമയോചിതമായ ഇടപെടലുകളല്ലേ ഇത്തരം ആളുകൾ വലയ്ക്കകത്തിടയാനത്? അപ്പോൾ പിടിക്കപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ സ്വബോധം നഷ്ടപ്പെട്ട ഒരാൾ കയ്യിൽ കിട്ടിയ സാധനവും എടുത്ത് ഒരു ഡോക്ടർ കാറ് വാങ്ങുന്നതിൽ സുരക്ഷാ ഏജൻസിക്ക് എത്രത്തോളം കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മൾ നടത്തുന്നു? അപ്പോൾ ടെററിസത്തിൻ്റെ മാനം മാറുകയാണ്. നമ്മൾ ഇക്കഴിഞ്ഞതിൽ അപ്പുറത്തേക്ക് ഇവരെ ഒന്നും ഭയക്കുന്നത് രാജ്യത്തിൻ്റെ മറ്റേതെങ്കിലും ചില പ്രയാസങ്ങളോ പട്ടിണിയോ ദാരിദ്ര്യമോ അവികസിതാവസ്ഥയോ അല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.